ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. മഞ്ജു വാര്യറിൻ്റെ ട്രെൻഡിങ് ആയിട്ടൊരു റീലുണ്ടായിരുന്നു. BMW ബൈക്കിൽ രാമേശ്വരം ധനുഷ്കോടിയിൽ പോകുന്ന ഒരു ട്രിപ്പിൻ്റെ ഒരു റീല് നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. ഒരു റീലിൻ്റെ അടിയിൽ വന്ന കൊമൻസിൽ ഒരു 85% സപ്പോർട്ടിങ് കൊമൻസ് ആണ്. അതിലെനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കമൻറ്റ് ഉണ്ട് നെഗറ്റീവായിട്ടുള്ളത്. കുട്ടിയും കുടുംബമൊന്നും ഇല്ലല്ലോ, ഇനി എന്തായാലും ഇങ്ങനെയൊക്കെ നടക്കാവല്ലോ എന്ന് പറഞ്ഞൊരു കൊമൻറ്റ്. മഞ്ജു വാര്യരുടെ ഒരു ഹൈപ്പായിട്ട് നിന്നൊരു സമയത്താണ് മഞ്ജു വാര്യറിൻ്റെ എക്സ് ഹസ്ബൻഡായ ദിലീപ് മാരേജ് ചെയ്യുന്നതും. ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആക്ട്രസ് ആയിരുന്നു മഞ്ജു വാര്യർ. നഷ്ടപ്പെട്ട ടൈംസ് ഒക്കെ മഞ്ജു വാര്യർ തിരിച്ചു പിടിക്കുക ചെയ്തത്. അതൊരു എക്സ്പ്ലോറിങ് ആയിരുന്നു മഞ്ജു വാര്യർ. ഒരുപാട് ഇങ്ങനെയൊക്കെ നടന്നാലും മഞ്ജു വാര്യറിൻ്റെ ഉള്ളിൽ സങ്കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ പുറത്ത് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യം മഞ്ജു വാര്യറിനില്ല. സോ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഒരാളുടെ ലൈഫിൽ സ്ട്രോങ് ആവുന്നത് ആളുടെ പാസ്റ്റിൽ എന്ത് നടന്നു എന്ന് കരുതിയിട്ടാണ്. നമ്മൾ മെയിൻലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഒളിച്ചോടി കല്യാണം കഴിക്കുക, പേരൻസിനെ അനുസരിക്കാതെ പോയി എവിടെയെങ്കിലുമൊക്കെ നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രേമത്തിലാവുകയോ ലവിലാവുകയോ അതിൻ്റെ നൂലാമാലകളുടെ പുറകെ പോവുകയോ ഒന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ്ലി നമ്മളൊന്ന് ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളതാണ്. അതായത് എവിടെയും നമുക്കൊരു നല്ലൊരു നിലയും വിലയും വേണമെങ്കിൽ അത് നമുക്ക് നല്ലപോലെ ദുട്ട് വേണം, ദുട്ട് മണി വേണം. അതായത് ഒരു മണി ഇല്ലാതെ അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് വീട്ടമ്മമാർക്ക്, ഒരുപാട് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വീട്ടമ്മമാർക്ക് വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് പോകാനുള്ളൊരു അവസരം ഇപ്പോഴും കിട്ടാത്തതുണ്ട്. നമ്മളൊന്ന് ഇൻഡിപെൻഡൻ്റ് ആകുക. ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം നമ്മളൊരു ജോലി കണ്ടുപിടിക്കുക, പഠിക്കുക, ജോലി കണ്ടുപിടിക്കുക, ഇൻഡിപെൻഡൻ്റ് ആകുക, പൈസ സമ്പാദിക്കുക. പൈസ സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആൾ ആർക്കും അറിയപ്പെടാത്ത എവിടെയോ ഒരു കോണിലുള്ളൊരു ആൾ ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സ് ആയിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുന്ന ഒരു ആളാണ് എങ്കിൽ, നമുക്ക് പൈസ ഉണ്ട് എങ്കിൽ, ആൾക്ക് പൈസ ഉണ്ട് എങ്കിൽ എന്താ പറയുക, എന്ത് വേണമെങ്കിലും നമുക്കത് ലൈഫിൽ പിന്നീട് ചെയ്യാൻ പറ്റും. അതായത് പൈസ ഇൻ ദ സെൻസ്, ഒരു ക്വാളിഫിക്കേഷൻ കയ്യിലുണ്ട്, ഒരു ജോലി നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു നല്ലൊരു ലൈഫ് മുമ്പോട്ടുണ്ട്. ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നു, ഫിസിക്കൽ അസോൾട്ട്, ഭർത്തൃ വീട്ടിൽ അത്രയും പീഡനം അനുഭവിച്ചിട്ടൊക്കെ സൂയിസൈഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പറ്റില്ല എങ്കിൽ ഇറങ്ങി വരിക, ലെറ്റ് സ്റ്റോപ്പ് ദെയർ എന്നേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും റേറ്റ് കൂടിക്കൊണ്ട് വരികയാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ജു വാര്യർ എപ്പോഴും ഒരു ട്രൂ ഇൻസ്പിറേഷനാണ്. അവർക്ക് പോയി നെഗറ്റീവ് കമൻറ്റ് ഇട്ടു എന്ന് കരുതി അവരുടെ ലൈഫോ അവരുടെ കരിയറോ നശിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുത്തിക്കീറ്റ് കാവ്യമാധവൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സെക്ഷനിൽ. അതൊക്കെ രണ്ട് ഡിഫറെൻറ്റ് പേഴ്സണാണ്. കാവ്യമാധവൻ എന്ന് പറയുന്നതും മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് പേഴ്സണാണ്, രണ്ട് ഡിഫറെൻറ്റ് തലങ്ങളിലുള്ള ആൾക്കാരാണ്. അവരെ തമ്മിൽ കമ്പയർ ചെയ്യുക പോലും ചെയ്യരുത്.